വെൽക്കം ബാക്ക് ടു ക്രിയേറ്റർ. അങ്ങനെ ഞാൻ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായ സിനിമയെ പറ്റി ഒരു അടിപൊളി പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ സിനിമയിൽ ടോം ഹോളണ്ട് ഇതുവരെ ചെയ്ത സ്പൈഡർമാൻ ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ സീരീസിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് ആക്ഷൻ പരിപാടിയാണ് ഇത്തവണ പിടിച്ചത്. കാരണം ഈ സിനിമയിൽ ടോം ഹോളണ്ട് കുറേ ആക്ഷൻ സീക്വൻസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 3 ഭാഗത്ത്, അതായത് നോവേ ഹോമിലും ഫാർ ഫ്രം ഹോമിലും ഹോം കമ്മിങ്ങിലൊന്നും സ്പൈഡർമാൻ ഇത്ര അധികം ആക്ഷൻ സീക്വൻസ് ഒന്നും ചെയ്തിട്ടില്ല. സിനിമയിലെ സ്റ്റോറി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണം കഴിഞ്ഞ 3 പാട്ടിലും സ്പൈഡർമാൻ കുറെ ആൾക്കാരെ രക്ഷിക്കുക, അത് കഴിഞ്ഞിട്ട് സ്പൈഡർമാൻ രക്ഷിക്കുമ്പോൾ സ്പൈഡർമാൻ ഇഷ്ടമുള്ള ആരെങ്കിലും മരിക്കുക, അങ്ങനത്തെ സ്റ്റോറി ലൈനാണ് കഴിഞ്ഞ പാട്ടിലും വന്നിരുന്നത്. പക്ഷേ ഈ തവണ ഈ 3 പാട്ടൊന്നും ഡിഫറെൻ്റ് ആയിട്ട് ഒരു വേറെ സ്റ്റോറി ലെവല് കൊണ്ടുവന്നു. സ്റ്റോറി വൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ ഈ പടം ഒരു ആവറേജ് ആണ്, അതായത് ഒരു എബോവ് ആവറേജ് ആണ്. പക്ഷെ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസും അതുപോലെ തന്നെ വിഷ്വലൊക്കെ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഇതൊരു പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആവും നമുക്ക് വരിക. ഈ സിനിമ കാണുക ഞങ്ങൾ എന്തായാലും 2D കണ്ടാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. 3D കാണുക വെച്ചാൽ അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. ഞാൻ 3D കണ്ടപ്പോൾ വലിയ സുഖമൊന്നും കിട്ടിയില്ല. ഞങ്ങളുടെ ഈ ഇയർ ബെസ്റ്റ് പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആവും. കഴിഞ്ഞ 3 പാട്ടിന് സ്പൈഡർമാൻ ഒരേ സ്യൂട്ട് തന്നെയാണ് ഇട്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഈ പാട്ടിൽ ബ്രാൻഡ് ന്യൂ ഡേയിൽ സ്പൈഡർമാൻ ഒരു ഡിഫറെൻറ്റ് സ്യൂട്ട് എത്തുന്ന ഒരു ക്ലാസിക് സ്പൈഡർമാൻ സ്യൂട്ട് അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം കണ്ട് വന്ന സ്യൂട്ട് മാറ്റിയിട്ട് ഒരു ഡിഫറെൻറ്റ് സ്യൂട്ട് പിടിച്ചത്. പിന്നെ ഈ സ്പൈഡർമാൻ്റെ സ്യൂട്ട് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ സ്യൂട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ സിനിമയിൽ ഹൾക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഹൾക്കിനൊന്നും വലിയ റോളില്ലെങ്കിലും കൂടിയ ക്യാമിയോ ഫൈറ്റില് പീക്ക് ലെവൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ്. ഹൾക്ക് വന്നപ്പോ തിയേറ്റർ കത്തി. കാരണം നിങ്ങളൊരു മാർവൽ ഫാനാണ്, സ്പൈഡർമാൻ്റെ ഫാൻ കാണിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഫാൻ ബോയ് കാണിച്ചാൽ ഈ സിനിമ നിങ്ങൾക്ക് ഒരു പീക്ക് ലെവൽ എക്സ്പീരിയൻസ് ആവും.